എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് പച്ച ചെമ്മീനാണ്. ഇത് നമുക്കൊന്ന് പൊളിച്ച് വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം. ചെമ്മീൻ പൊളിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഈ തലയും ഈ വാലും ഒക്കെ നിർത്തിയിട്ട് വേണം നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ പൂ കണ്ടോ, ഇതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറിയതാണ്. ഇങ്ങനെ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. 3 മുരിങ്ങക്കായ നമ്മൾ എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായ അതിന് കീറിയിടണം. അപ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ്റെ ഇതൊക്കെ അതിൽ പിടിച്ചിട്ട് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഉപ്പുമാങ്ങയാണ് നമ്മൾ ചേർക്കുന്നത്. ഉപ്പുമാങ്ങ നമ്മൾ ഈ അച്ചാറുണ്ടാക്കാനൊക്കെ എടുക്കില്ലേ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉപ്പിട്ട് വയ്ക്കുന്നതാണ്. കാരണം ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്തു ഞാൻ, പക്ഷെ ഇനി വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ അടിപൊളി ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടെ ഉള്ള കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മണമാണ് കേട്ടോ. എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ അടിപൊളി കറിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.